ഹലോ ഇന്നൊരു ചിക്കൻ കറി ആയാലോ. ചിക്കനെ കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് തേച്ച് ഒരു 15 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഓയിൽ ഒഴിച്ചു ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കിയിട്ട് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് ഫ്രൈ ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ചിക്കനൊന്നും ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രൈ ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, അടിപിടിക്കാതിരിക്കാൻ വേണ്ടി എണ്ണ ഒഴിക്കുക, അത്ര തന്നെ. ഓയിലാണ് ഒഴിക്കുന്നത്. ഫസ്റ്റ് ഒരു ഹാഫിന് എടുത്തിട്ട് ഫ്രൈ ആക്കുന്നുണ്ട്, പിന്നെ സെക്കൻഡ് ഹാഫിന് എടുത്തിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, സവാള. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിനെ ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ മല്ലിയില ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്രഷ് ചെയ്യണം കേട്ടോ. ചതച്ചെടുക്കുമ്പോൾ എല്ലാം കൂടി ആയ ഓരോന്നിൻ്റെ വേവ് ഡിഫറെൻ്റാണ്. അപ്പോൾ ആദ്യം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഉള്ളി ചതച്ചെടുക്കുന്നുണ്ട്. സവാള നൈസായിട്ട് കട്ട് ചെയ്യുക. അതൊരു 4-5 സവാളയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല, ഒരു 5 to 6 അത്രയൊന്നും എടുത്തിട്ടുണ്ട്. ഇനി ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലില്ലേ, ആ ഓയിലിൽ കിടന്ന് തന്നെ ഇനി സവാളേനെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാള നല്ല സോഫ്റ്റായി വന്ന വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ആക്കുക, എല്ലായിടത്തും ആ ഓയിലെത്തുന്ന രീതിയിൽ. കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വാടിക്കിട്ടെന്ന് പറയാം. അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് പൊടിയുപ്പോ ഏതായാലും കുഴപ്പമില്ല. നമുക്ക് കറിക്ക് വേണ്ട ഉപ്പ് ഇപ്പോഴേ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴും കുറച്ച് സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ്, അപ്പോൾ കൂടരുത്. പിന്നെ 10 പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ജസ്റ്റ് നടുവേ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കുക. സവാള ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല, ഒരു കൈ കണക്ക് അത്ര തന്നെ. നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല എത്ര ഉണ്ടാവുമെന്ന്. ഇനി ഉള്ളിയുടെ പച്ച സ്മെല്ല് പോകുന്നവരെ വാട്ടണം കേട്ടോ. ഈ ടൈമിൽ നമുക്ക് തക്കാളിനെയും ജ്യൂസാക്കി എടുക്കാം. ഒരു 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയ വരെ നല്ലോണം മിക്സാക്കുക. പിന്നെ ഇഞ്ചി ചതച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നല്ലോണം കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇഞ്ചിയുടെ ആ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇനി തക്കാളിയുടെ പേസ്റ്റ് അതിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെ സ്മെല്ല് മാറിയിട്ട് ഇനി തക്കാളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ ആ ഒരു റോ സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. നല്ലോണം മിക്സ് ആക്കുക. സവാളയുടെ അത്രയും തന്നെ ഇത് തക്കാളി എടുത്താൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ ഉള്ളതുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ കാശ്മീരി ഇടുന്നുണ്ട്, സാധാ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ടു, ഇളക്കി കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി യൂസ് ചെയ്യണം. നല്ലോണം മിക്സ് ആക്കുക. എത്രത്തോളം മിക്സ് ആക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുന്ന പറയാട്ടോ. നല്ലോണം മിക്സ് ആക്കുക. പിന്നെ കുറച്ച് ഗരം മസാല, പട്ട ഗ്രാമ്പു ഏലക്ക പൊടിച്ചത്
അതിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതലാവാതെ നോക്കുക. കൂടുതലായി കഴിഞ്ഞാൽ കുത്തൽ വന്നു കഴിഞ്ഞാൽ ഒരു നന്നായിരിക്കില്ല. ഇട്ട് നല്ലോണം ഇതാക്കുക. റോ സ്മെല്ല്, ആ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ ഇളക്കുക. പിന്നെ കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. മിക്സി കഴുകിയ വെള്ളം, പിന്നെ നമുക്ക് ചാറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് കറക്റ്റാണെങ്കിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അതിന് മുമ്പ് തിളയ്ക്കണം. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കണം. കുറച്ച് നേരം അടച്ച് വയ്ക്കാം. തള വരണുണ്ട്. നമുക്ക് ഈ ടൈമിൽ മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ് കേട്ടോ. മല്ലിയില ഇട്ടു. നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ ഫ്രൈ ആക്കി വെച്ചില്ലേ, ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തത്. ചിക്കൻ ഓരോ പീസായിട്ടിടുക, അല്ലെങ്കിൽ ഡയറക്റ്റ് എല്ലാം കൂടി ഇട്ട് കൊടുത്തു. നല്ലോണം മിക്സ് ചെയ്യുക. ആ ഗ്രേവിയൊക്കെ മുകളിൽ വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കാം. അടച്ച് നല്ല തള വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ബാക്കി കുക്ക് ചെയ്യാം. സ്ലോ കുക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ലോണം കുക്കാവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക. ഞാൻ എല്ലാ സ്റ്റേജിലും സോൾട്ട് നോക്കും. സോൾട്ട് ടേസ്റ്റ് ഇങ്ങനെ നോക്കും. ഇപ്പോൾ ചിക്കൻ ഇടണേ മുമ്പ്, കുക്കായി കഴിഞ്ഞിട്ടൊന്ന്, അങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഇതായിപ്പോവും.